അടിപ്പാതയിലെ രാഷ്ട്രീയം ജനങ്ങളാണ് രാജാക്കന്മാർ. നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ, ലാൻഡ് ഫോൺ, ലാപ്ടോപ്പ്, ടിവികൾ, വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും. നന്മ കമ്മ്യൂണിക്കേഷൻ, ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേനടയിലും. ശ്രീനാരായണപുരം പള്ളിനടയിൽ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിലുള്ള ജനകീയ സമിതി സമരം തുടങ്ങിയിട്ട് 3 ആഴ്ചയോളമാകുന്നു. ദേശീയപാത 66ന്റെ നിർമ്മാണം പള്ളിനടയിൽ ഏകദേശം പൂർണ്ണമാകാൻ കാത്തിരിക്കുകയായിരുന്നോ സമരം ചെയ്യാനെന്ന സാധാരണക്കാരന്റെ ചോദ്യത്തിന് എന്ത് മറുപടി നൽകും? കൊടുങ്ങല്ലൂർ CI ഓഫീസ് ജംഗ്ഷനിലും VP തുരുത്തിലേക്കുമെല്ലാം സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പായതിനു ശേഷമാണ് കയ്പമംഗലം MLA ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, സ്കൂളുകൾ, ബാങ്കുകൾ, വില്ലേജ് ഓഫീസ് തുടങ്ങി ദൈനംദിനം ജനങ്ങൾ ഇടപെടേണ്ട സ്ഥലങ്ങളുണ്ടായിട്ടും സമരം ചെയ്യാൻ വൈകിയതിന് എന്താണ് കാരണം? ഏത് രാഷ്ട്രീയ പാർട്ടിയും എന്ത് പ്രശ്നത്തിൽ ഇടപെട്ടാലും അതിൽ രാഷ്ട്രീയമുണ്ടാകും. അതിൽ പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പും. വാർഡ് തെരഞ്ഞെടുപ്പാണ് അതിൽ കഠിനം. പാർട്ടി വോട്ട് കൊണ്ട് മാത്രം ഒരു സ്ഥാനാർത്ഥിയും ജയിക്കില്ല. മറിച്ച് നിഷ്പക്ഷമായി നിന്ന് എല്ലാം നോക്കിക്കാണുന്നവരായിരിക്കും വിധി നിർണയിക്കുക. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് VP തുരുത്തിലും പള്ളിനടയിലും LDF പ്രതിനിധികളും CI ഓഫീസ് ജംഗ്ഷന് പടിഞ്ഞാറുള്ള 4 വാർഡുകളിലും BJP പ്രതിനിധികളുമായിരുന്നു വാർഡ് മെമ്പർമാർ. CI ഓഫീസ് ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടി കർമ്മസമിതി 2ാം ഘട്ട സമരം തുടർന്നിരുന്നു. BJP ബൂത്ത് സെക്രട്ടറി സജീവൻ കൈമാപ്പറമ്പിൽ CI ഓഫീസ് അടിപ്പാത വിഷയത്തിലും പൊതുപ്രവർത്തകൻ സന്തോഷ് VP തുരുത്തിലെ വഴി പ്രശ്നത്തിലും സർക്കാരിന്റെ ഉന്നത കേന്ദ്രങ്ങളുമായി കത്തിടപാടുകൾ നടത്തുകയും BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ വഴി സുരേഷ് ഗോപിയിലും രാജീവ് ചന്ദ്രശേഖരിലും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. പ്രധാനമന്ത്രി നേരിട്ടിടപെട്ട് CI ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത അനുവദിച്ചതായി BJP ദേശീയ സമിതി അംഗം PK കൃഷ്ണദാസ് പ്രഖ്യാപിക്കുകയാണുണ്ടായത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കർമ്മസമിതിയിലെ അംഗങ്ങൾ കാരൂർ വാർഡിലും ഐക്കരപ്പുറം വാർഡിലും സ്ഥാനാർത്ഥിയായി വന്നു. കർമ്മസമിതി ചെയർമാന്റെ മതിലിൽ ചാരി അടിപ്പാത അനുവദിക്കാത്ത സുരേഷ് ഗോപി മാപ്പ് പറയണമെന്ന ഫ്ലക്സും വെച്ചു. ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു. ഫലം വന്നപ്പോൾ CI ഓഫീസ് ജംഗ്ഷന്റെ പടിഞ്ഞാറ് വശത്തുള്ള എല്ലാ സീറ്റുകളും BJP നിലനിർത്തുക മാത്രമല്ല ഇതുവരെ വിജയിക്കാത്ത VP തുരുത്ത് വാർഡ് LDFിൽ നിന്ന് പിടിച്ചെടുത്തു. ശ്രീനാരായണപുരം പള്ളിനടയിലാകട്ടെ സുനാമി വന്നാലും ഒലിച്ചുപോകാത്ത LDFന്റെ പൊന്നാപുരം കോട്ട കോൺഗ്രസ് കയ്യിലൊതുക്കി. അവിടെയും അലയടിച്ച വികാരം അടിപ്പാത തന്നെ. ജനങ്ങൾക്കറിയാം ആരാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നതെന്ന്. അവർക്ക് ജനം കണ്ണടച്ച് വോട്ട് ചെയ്യും. CI ഓഫീസ് ജംഗ്ഷനിൽ സജീവൻ കൈമാപ്പറമ്പിലും VP തുരുത്തിൽ സന്തോഷും ഇടപെടലുകൾ നടത്താനുണ്ടായിരുന്നു. പള്ളിനടയിൽ അങ്ങനെ ഒരാളില്ല. കർമ്മസമിതി എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടി 2ാം ഘട്ട സമരം നടത്തിയപ്പോൾ കോൺഗ്രസ് കൂടെയുണ്ടായിരുന്നെങ്കിൽ പള്ളിനടയിലെ ജനകീയ സമരസമിതിയുടെ സമരത്തിൽ കോൺഗ്രസ് ഭാഗമല്ല. വഴിവെക്കിൽ സമരം ഇരുന്നതുകൊണ്ട് കാര്യം നടക്കില്ല. അടിപ്പാത കിട്ടണമെങ്കിൽ ഭരണതലത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവർ ഇടപെടണം. എങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. അതിനെ രാഷ്ട്രീയം നോക്കാതെ തലമുറകൾക്ക് വേണ്ടിയെന്ന ചിന്തയിൽ എതിർ രാഷ്ട്രീയ പാർട്ടിയുമായി സഹകരിച്ച് മുന്നോട്ടു പോകണം. CI ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാതയ്ക്ക് വേണ്ടി അന്നത്തെ MLAമാരായിരുന്ന VR സുനിൽകുമാർ, ET ടൈസൺ, കർമ്മസമിതി അംഗങ്ങളായ KP സുമേധൻ, ഡോക്ടർ OG വിനോദ് എന്നിവർ തിരുവനന്തപുരത്ത് പോയി ROയെ കണ്ടിരുന്നു. അവിടെ നിന്ന് ലഭിച്ച മറുപടി അനുസരിച്ച് പള്ളിനടയിലെ അടിപ്പാതയ്ക്ക് വേണ്ടി പരിശ്രമിക്കണം. കാരണം പള്ളിനടയിൽ അടിപ്പാത വേണ്ടത് അത്യാവശ്യമാണ്.